ഒരു ഞാമത്തുള്ള വീടാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലും അരച്ചോണ്ട്, അതും 10, 20, 25, 26. എൻ്റെ തറവാട്ട് പരിയിലൊക്കെ 10, 26 ആളുകളാണ്. ഒരിക്കലും അരച്ചോണ്ട് ആഴ്ചയിൽ ഒരിക്കൽ. പിന്നെ അവർക്ക് എന്ത് കൊളസ്ട്രോളും ക്യാൻസർ ഉണ്ടാകാൻ? ഇന്ന് നമ്മളെ പ്രധാനപ്പെട്ട ക്യാൻസർ ഉണ്ടാകുന്ന കാരണമാണ് എന്ത്? റെഡ് മീറ്റ്, ഈ ഇറച്ചി, ബീഫ് കഴിക്കുക. അന്ന് അത് ഉണ്ടാവില്ല. പിന്നെ എന്താണ് ഇതിനൊക്കെ പ്രതിരോധിക്കുന്ന സാധനങ്ങൾ എമ്പാട് കഴിക്കും, ഈ സാധനം കഴിക്കണില്ല. ഇറച്ചി തിന്നൂല്ല. ഇറച്ചി തിന്നാത്തോണ്ട് ക്യാൻസർ ഉണ്ടാവില്ല. ഒരു കാലത്തും ക്യാൻസർ ഉണ്ടാകാത്ത വിഭവങ്ങൾ ഇഷ്ടംപോലെ തിന്നും. അതേതൊക്കെയാണ്? ചക്ക, ചക്കക്കുരു, കുമ്പളങ്ങ, ഇതൊക്കെ അങ്ങനെ കഴിക്കും. മത്തന്, എന്തൊക്കെയാണ് അതിൽ ഔഷധ ഗുണങ്ങൾ. ഇപ്പോൾ പെണ്ണുങ്ങൾക്ക് ഗർഭം ഉണ്ടാവില്ല. ഇപ്പോൾ ഗർഭം ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട വിഭവങ്ങളാണ് അതൊക്കെ. വയറ്റിൽ കെട്ടിക്കൂല, ആമാശയത്തിലൊന്നും കെട്ടിക്കൂല, എവിടെ ഒരു ഡസ്റ്റ് വരില്ല. ഇപ്പം ഇന്ന് എന്താ പറയാ, പെണ്ണുങ്ങളെ ചെറുപ്പക്കാരത്തിൽ പെണ്ണുങ്ങളുടെ ഗർഭപാത്രം വൃത്തിയാക്കൽ സ്ഥിരം പണിയാലോ ആശുപത്രിയിൽ. എന്തുകൊണ്ട് അതിൽ അടിഞ്ഞുകൂടും? ഈ ജാതി സാധനങ്ങൾ അടിഞ്ഞുകൂടും. ഗർഭപാത്രം വൃത്തിയാക്കൽ ഇന്ന് ആശുപത്രിയിൽ പണിയാണ്. ഔദുബില്ലാ, പടച്ചോനെ പറയാൻ പറ്റൂല. അറബികൾ ഈ നാടിനെ കണ്ടപ്പോൾ ഇതിന് ഖൈറുള്ള എന്ന് പറഞ്ഞു. അതിൽ നിന്നാണ് കേരളം എന്ന വാക്കുണ്ടായതെന്നാണ് ഒരു പൊലിമയുള്ള ഐതിഹ്യം. ഖൈറുള്ള, അവർ കണ്ട നിറഞ്ഞ ഒരു നാട്, എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു നാട്. ആ നിറഞ്ഞ നാടിനെ കണ്ടപ്പോൾ അറബികൾ ഖൈറുള്ള എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ പറയട്ടെ, 1498 ആദ്യത്തെ വാസ്കോഡി ഗാമയുടെ വരവ്. അപ്പോൾ അയാൾക്ക് പിന്നെ അയാൾ പോയപ്പോൾ ഇവിടെ ഒരു നിറഞ്ഞ നാട്, ഒരു ഭരണാധികാരി, ഒരു എന്താ പറയുക, ഒരു എല്ലാത്തിനും നിറഞ്ഞ ഒരു ജനത. അപ്പോൾ അയാൾക്ക് അസൂയ വന്നു. പിന്നെ അയാൾ നശിപ്പിക്കാൻ വേണ്ടി, പിടിച്ചടക്കാൻ വേണ്ടി 502 വരുമ്പോൾ ശക്തമായ സന്നാഹവുമായി വരികയാണ്. ലോകത്തെ ആദ്യത്തെ കോളനൈസേഷൻ വരുന്നത് കേരളത്തിലാണ്. കേരളത്തിലേക്കാണ് ആദ്യത്തെ യൂറോപ്യൻ കോളനൈസേഷൻ. ഇതന്നെ അത്ഭുതമല്ലേ? ലോകത്തെ ആദ്യത്തെ കോളനി കേരളം. ലോകത്തെ യൂറോപ്യൻസിൻ്റെ ആദ്യത്തെ കോളനി കേരളം. ലോകത്ത് അതൊരു അത്ഭുതം. അതൊരു അത്ഭുതം എന്ന് പറഞ്ഞാൽ അങ്ങനെ. അപ്പോൾ എന്തൊക്കെ നാടുകൾ ലോകത്തുണ്ട്. പിന്നീട് ഈ നാടിനെയാണ്, പിന്നെ ഡച്ചുകാർ വരുന്നത് ഈ നാടിനെ പിടിച്ചടക്കാൻ വേണ്ടിയാണ്. ഒരു 100 നൂറ്റാണ്ട് കാലം ഇവിടെ പോർച്ചുഗീസുകാർ ഭരണം നടത്തി. പിന്നെ ഡച്ചുകാർ പിന്നെ അവരെ ഓടിച്ച് ഇത് കൈക്കലാക്കി. പിന്നെ ഒരു 100 നൂറ്റാണ്ട് കഴിഞ്ഞ് പിന്നെ ഡച്ചുകാർ വരിക, പിന്നെ ഇംഗ്ലീഷുകാർ വരിക. അവരൊക്കെ ഈ നാടാണ് അവലംബിക്കുന്നത് പ്രധാനമായും. എന്തുകൊണ്ട്? ഇതൊരു നിറഞ്ഞ നാടാണ്. ഇങ്ങനെ നിറഞ്ഞൊരു നാടില്ല. ഇപ്പോൾ കേരളത്തിൻ്റെ പ്രമുഖമായ ഒരു ഔഷധമായ ഒരു വിഭവമാണ് കുരുമുളക്. ഞാൻ കുരുമുളകിനെ കുറിച്ച് പിന്നീട് പറയാം. കുരുമുളക് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്, ഞാൻ പിന്നീട് പറയാം. അതൊക്കെ ഇന്ന് ഇന്ന് പോയി കഴിഞ്ഞു. കുരുമുളക് എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകത്തെ പല രാജ്യങ്ങളും കുരുമുളകുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ കുരുമുളകിനൊരു പ്രത്യേകത ഉണ്ട്. ലോകത്തെ ഏറ്റവും വിലയുള്ളത് കേരളത്തിൻ്റെ കുരുമുളകാണ്. ലോകത്ത് യൂറോപ്പിൽ ഒരു കാലത്ത് പണത്തിന് പകരമായിട്ട് കുരുമുളകിൻ്റെ മണി എണ്ണിക്കൊടുത്തിരുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു എന്ന് ആയിരക്കണക്കായ ചരിത്ര ഗ്രന്ഥങ്ങളുണ്ട്. ആയിരക്കണക്കായ ചരിത്ര ഗ്രന്ഥങ്ങളിലുള്ള സത്യമാണ്. എന്ത്? പൈസക്ക് പകരം കുരുമുളക് എണ്ണി കൊടുക്കും. അതുകൊണ്ട് അതിന് ബ്ലാക്ക് ഗോൾഡ് എന്ന് പേര് വന്നു. അതാണ് കറുത്ത സ്വർണം. സ്വർണ്ണ നാണയത്തിന് പകരം എന്ത് കൊടുക്കും? കുരുമുളക്. കുരുമുളക് കൈവശമുള്ള ആളുകൾക്ക് യൂറോപ്പിൽ പ്രത്യേക നികുതി ഏർപ്പെടുത്തിയിരുന്നു. കേരളത്തിൽ നിന്ന് കുരുമുളക് കൊണ്ടുപോയിട്ട് കുരുമുളകിനെ പിന്നെ പത്തായത്തിലാക്കി വെച്ചാൽ അവർക്ക് പ്രത്യേക നികുതി വെക്കും സർക്കാർ. യൂറോപ്പിൽ എത്രയോ രാജ്യങ്ങളുണ്ട്. അതായത് അവർ വലിയ പൈസക്കാരാണ്, അവർക്ക് അത് പാത്രക്കാൻ കഴിയും. നിങ്ങൾ എന്താ മനസ്സിലാക്കാത്ത? കേരളത്തിൽ നിന്ന് കുരുമുളക് കൊണ്ടുപോയിട്ട് പത്തായത്തിലാക്കി വെച്ചാൽ എന്നിട്ട് സർക്കാരിൻ്റെ ആളുകൾ വന്ന് കണക്കെടുക്കും. ഒരു റാത്തലോ 10 റാത്തലോ എത്ര, ഈ റാത്തലുകൾക്കനുസരിച്ച് അവർ നികുതി കൊടുക്കണം അവരുടെ സർക്കാരിന്. എന്തുകൊണ്ട്? അവരുടെ സാമ്പത്തികമായ മെജോറിറ്റി അളന്നിരുന്ന അളവ് മാനദണ്ഡമായിട്ടാണ്, സാമ്പത്തിക മെജോറിറ്റിയുടെ അളവിൻ്റെ മാനദണ്ഡമായിരുന്നു കേരളത്തിലെ കുരുമുളകിന് എത്ര അളവിലാണ് അവർ കൈവശം വെച്ചത്, അതിനനുസരിച്ചാണ് അവർ സമ്പന്നനായി കണക്കാക്കിയിരുന്നത്. അങ്ങനെ ഒരു കാലം കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളത് ആലോചിക്കുക. പിൽക്കാലഘട്ടത്തിൽ പലയിടത്തും കൊണ്ടുപോയിട്ടുണ്ട്. അയ്യോ, ചില നാട്ടുകാർ കുരുമുളകിൻ്റെ വള്ളി കൊണ്ടുപോയപ്പോൾ ആരോ ഒന്ന് സാമൂതിരിയോട് പറഞ്ഞു അവർ കുരുമുളകിൻ്റെ വള്ളി കൊണ്ടുപോയി. അപ്പോൾ ജ്ഞാനിയായ സാമൂതിരി പറയുന്ന മറുപടി, അവർ ഞാറ്റുവേല കൊണ്ടുപോകില്ലല്ലോ, അവർ കുരുമുളകിൻ്റെ വള്ളിയല്ലേ കൊണ്ടുപോകുള്ളൂ.
അതായത് വേറെ നാട്ടിലുണ്ടായ കുരുമുളകും കേരളത്തിലെ കുരുമുളകിനും വ്യത്യാസമുണ്ട്. ഇവിടെ കൃത്യമായ ഞാറ്റുവേലുണ്ട്. ഈ ഞാറ്റുവേലക്കനുസരിച്ചാണ് ഇത് വളരുക. ഈ ഋതുഭേദങ്ങൾക്കനുസരിച്ച് വരുന്ന ഞാറ്റുവേല, തിരുവാതിര ഞാറ്റുവേല, ഇങ്ങനെ ഓരോ ഞാറ്റുവേലുണ്ട്. ഈ ഞാറ്റുവേലകൾ ലോകത്തിലൊക്കെ കൊണ്ടുപോകാൻ കഴിയില്ല. അത് ഇവിടുത്തെ ക്ലൈമറ്റാണ്. ഈ ക്ലൈമറ്റിൽ വളരണം. ഇപ്പോൾ കേരളത്തിൽ ഒരു കുരുമുളകിൻ്റെ വള്ളി വളരുന്നത് ചിലപ്പോൾ ഡൽഹിയിൽ വളർന്നൂടെ, വളരാം. പക്ഷേ ഇവിടുത്തെ ഞാറ്റുവേല അല്ല അവിടെ. അതുകൊണ്ട് ഈ ഒരു ആരോഗ്യവത്തായ അളവിൽ ആ വിഭവത്തെ വിളയിച്ചെടുക്കാൻ മറ്റൊരു നാട്ടിൽ കഴിയില്ല. വലിയ വില കൊടുക്കണം. ഇന്നിപ്പോൾ കുരുമുളകിൻ്റെ ലോകത്തെ ഏറ്റവും കൂടുതൽ കുരുമുളകിൻ്റെ കൃഷിയായി കൊണ്ട് അറിയപ്പെട്ട ഒരു രാജ്യം, നാട് ലോകത്ത് കേരളം. ഇന്ന് നമുക്ക് തീരല്ലാത്ത കൃഷിയാണ് എന്ത്? കുരുമുളക്. സാധനം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് എന്താ ഉണ്ടായത്? അതുകൊണ്ടുണ്ടായത് ലോകത്തിന് വരുന്ന ഏറ്റവും ഗുണമുള്ള കുരുമുളക് നഷ്ടപ്പെട്ടു. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും കുരുമുളക് നട്ടുപിടിപ്പിച്ച് വളർത്തിയപ്പോൾ എന്തുണ്ടായിന്നറിയോ? പിന്നെ അതിൻ്റെ വില കുറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മളെ കർഷകർ അതിനെ ഒഴിവാക്കി. ഒരു കാലത്ത് പൊന്ന് കിട്ടും പോലെ വില കിട്ടിയിരുന്ന സാധനമാണ് കുരുമുളക്. പിന്നെ പല നാടുകളിലേക്കും ഇവിടുന്ന് വള്ളി കൊണ്ടുപോയി നട്ടുപിടിപ്പിച്ചപ്പോൾ അവിടെയൊക്കെ കുരുമുളക് ഉണ്ടായി. അപ്പോൾ നമ്മളെ കർഷകർക്ക് ആ വില പിന്നെ കിട്ടിയില്ല. അപ്പോൾ നമ്മൾ കുരുമുളക് മെല്ലെ 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 ഒഴിവാക്കി. ഇപ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണം ഇപ്പം മൂത്തയാണ്. ഇപ്പം നമ്മളൊക്കെ എന്തുമുള്ള പൊന്നു പോലത്തെ മണ്ണാണ്. അപ്പം നമ്മൾ വീട്ടിൽ ആവശ്യത്തിനുള്ള കുരുമുളകിൻ്റെ വള്ളി ഉണ്ടാക്കും വാപ്പാടെ കാലത്ത്. അപ്പം അതും പോയി എന്നെ പറയാം. നമ്മളാവശ്യത്തിന് അതിമനോഹരമായ മണ്ണും സൗകര്യവും, ആവശ്യത്തിന് മഞ്ഞും വെയിലും, ആവശ്യത്തിന് മഴയൊക്കെ കിട്ടുന്ന ഒരു നാടാണ് എൻ്റെ നാട്. സഹ്യപർവ്വതത്തിൻ്റെ താഴെ ഒരു വല്ലാത്തൊരു അനുഗ്രഹമുള്ള ഒരു നാട്. പക്ഷേ നമ്മളിപ്പോഴത്തെ കുരുമുളകൊന്നും വേണ്ടത്ര ഉണ്ടാക്കുന്നില്ല. അതായത് വാപ്പാൻ്റെ കാലത്തുണ്ടായിരുന്നത് വാപ്പാടെ കാലത്തില്ല. ഇപ്പം നമ്മളെ കാലം വന്നപ്പോൾ തീരല്ല എന്നല്ല പറയാം. നമ്മളപ്പുറത്ത് പോയിട്ട് തമിഴ്നാട്ടിൽ പോയി കുരുമുളക് കൊണ്ടുവരും. ഇന്ന് കുരുമുളക് നമ്മളെ കുട്ടികൾക്ക് പറ്റുന്നില്ല. അവർക്ക് ഉണക്കമുളക് വേണം. ഉണക്കമുളകിൻ്റെ പൊടിയാണ്. ഉണക്കമുളകും അല്ല. ഇപ്പം നമ്മളെ കുട്ടികൾ പൊടി, അതിലെന്തൊക്കെ തോന്നിയാസമാണ് ആ മുളക് പൊടിയിൽ അടങ്ങിയത് എന്ന് അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ. അതെ പറങ്കി മുളക് എന്നൊക്കെ അതിന് പേരുണ്ട്. ഒക്കെ പുറത്തുനിന്ന് വന്നതാണ്. നമ്മളെ മുതൽ അതൊന്നുമല്ല. നമ്മളെ മുതൽ കുരുമുളക്. ഞാൻ ഉദാഹരണം പറയാം. പിന്നീട് കുരുമുളകിൻ്റെ മാത്രം പിന്നീട് പറയും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ലോകത്ത് ഖൈറുള്ള എന്ന് പറഞ്ഞാൽ ഖൈറുള്ള തന്നെയാണ്. ഖൈറുള്ള ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ഭുതം. നമ്മളെ ഭാരതപ്പുഴക്ക് നിളാനദി എന്ന് പേരുണ്ട്. എന്താ ഇതിന് നിളാനദിന് പേര് വരാനുള്ള കാരണം? മറ്റൊന്നുമല്ല, അറബികൾ അത് കണ്ടപ്പോൾ നൈൽ എന്ന് വിളിച്ചു. നൈൽ അറബികൾ കണ്ട ഏറ്റവും വലിയ നദി ഏതാണ്? നൈൽ നദിയാണ്. അപ്പോൾ അറബികൾ ഇതിൽ ഈ കടന്നു പോകുമ്പോൾ, ഇവിടെ ഒരു കാലത്ത് നിറഞ്ഞൊരു ജനതയാണ് അറബികളില്ലാത്തൊരു കാലം ഇവിടെ ഉണ്ടായിട്ടില്ല. കാരണം ഇവിടുത്തെ സാധനങ്ങൾ കൊണ്ടുപോകാം. അറബികളിൽ നിന്നാണ് പലപ്പോഴും യൂറോപ്പിൽ വാങ്ങിയത്. ഇവിടെ എല്ലാ വിഭവങ്ങളും ഉണ്ടാകും. ഇവിടുത്തെ വിഭവം അവർ നേരെ യമനിലെത്തിക്കും. യമനിൽ എന്ന് പറഞ്ഞാൽ എല്ലാ കച്ചവടത്തിൻ്റെ ഒരു കേന്ദ്രമാണ് യമൻ. യമനിൽ നിന്നാണ് അവർ യൂറോപ്യൻസ് വാങ്ങിക്കൊണ്ടുപോകും, അല്ലെങ്കിൽ ഡമാസ്കസിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോകും. അറബികൾ ഇത് ഹദർമൗത്തിലോ അല്ലെങ്കിൽ ഡമാസ്കസിലോ എത്തിക്കും. എന്നിട്ട് അവിടുന്ന് യൂറോപ്പിൽ വാങ്ങിക്കൊണ്ടുപോകും. അങ്ങനത്തെ ഒരു കാലം. അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ വിഭവങ്ങളാണ്. ഇവിടുത്തെ വിഭവങ്ങൾ യൂറോപ്പിൽ പെട്ടെന്ന് എത്തിക്കാനും യൂറോപ്പിലേത് ഇങ്ങോട്ട് എത്തിക്കാനും വേണ്ടിയാണ് പിൽക്കാലത്ത് സൂയസ് കനാൽ ഉണ്ടാക്കിയത്. കാരണം സൂയസ് കനാൽ ഉണ്ടാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്തെന്നാൽ, ഇന്നലെ നമ്മൾ എവിടെയോ സംസാരിച്ചു എൻ്റെ ഓർമ്മ. സൂയസ് കനാൽ ഉണ്ടാക്കാനുള്ള കാരണം എന്താ? വലിയൊരു കാലം ഇങ്ങനെ ചുറ്റി വരണം. ഈ കേരളത്തിലൊന്ന് സാധനം യൂറോപ്പിൽ എത്തിക്കുമ്പോഴത്തേന് വലിയ മാസങ്ങളെടുക്കും. അതേ സമയത്ത് സൂയസ് കനാൽ വഴിയാണ് കടന്നുപോയാൽ പെട്ടെന്ന് നേരെ അലക്സാണ്ട്രിയ തുറമുഖത്ത് നേരെ യൂറോപ്പിലേക്ക് സാധനം എത്തിക്കാൻ കഴിയും. ഒക്കെ കേരളീയ വിഭവങ്ങളാണ് അവരുദ്ദേശിച്ചത്. അപ്പോൾ ലോകത്തെ എല്ലാം നിറഞ്ഞു നിന്ന ഒരു ജനതയാണ് പിന്നീട് തകർന്നു പോയത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഗൾഫാണ്. ഗൾഫിൻ്റെ അത്ര ഒരു തിന്മയില്ല. ഈ പണ്ടേ ഞാൻ പറയുന്നത്, പക്ഷേ ആളുകൾക്ക് എന്നോടൊന്നും ഇഷ്ടമില്ല. ഗൾഫ് പോലെ ഒരു തിന്മ ഉണ്ടായിട്ടില്ല. ഗൾഫ് ലാഭമേ ഉണ്ടാക്കില്ല. നഷ്ടം 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 മാത്രം നഷ്ടം 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 മാത്രം ഉണ്ടാക്കിയൊരു സാധനം ഗൾഫാണ്.
ഗൾഫ് പോലെ മലയാളത്തിൽ നഷ്ടമുണ്ടാക്കിയ ഒരു കാര്യം ഇല്ല. നമ്മുടെ സംസ്കാരം, നമ്മുടെ ഭക്ഷണക്രമം, നമ്മുടെ രീതി, നമ്മുടെ ആചാരം, നമ്മുടെ മര്യാദ, നമ്മുടെ ആരോഗ്യം ഒക്കെ ഗൾഫ് നശിപ്പിച്ചു. സംസ്കാരം, നമ്മുടെ അനുസരണം ഒക്കെ നശിപ്പിച്ചു. എല്ലാം ഗൾഫ് കൊണ്ടൊരു ലാഭം ഉണ്ടായില്ല. സമ്പത്തുണ്ടായി. സമ്പത്തൊരിക്കലും നന്മയല്ല. മാ അഖ്ഷ അലൈക്കുമുൽ ഫഖർ വലാകിന്നി അഖ്ഷ അൻ തുബ്സത അലൈക്കുമുദ് ദുനിയ. നിങ്ങൾക്ക് ദാരിദ്ര്യം വരുന്നതിൽ എനിക്കൊരു പേടിയുമില്ല. കാരണം ദാരിദ്ര്യം നിങ്ങൾക്ക് സംസ്കാരം ഉണ്ടാക്കും. മാ അഖ്ഷ അലൈക്കും. ഇതാരെ പറഞ്ഞത്? ലോകത്തെ ഏറ്റവും വലിയ ജ്ഞാനിയായ മനുഷ്യൻ മുഹമ്മദ് മുസ്തഫ. ആ മനുഷ്യൻ പറഞ്ഞ വാക്കല്ലേ അത്. അതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഈ ഒരു ഹദീസെങ്കിലും നമ്മൾ പഠിച്ചിരുന്നെങ്കിൽ, പഠിക്കേണ്ടതുപോലെ പഠിച്ചിരുന്നെങ്കിൽ നമ്മൾ ഗൾഫ് പോകുന്നത് തടയും. ഗൾഫ് നമുക്ക് പണം കൊണ്ടുവന്നു. ആർക്കടെ പണം വേണ്ടത്? നശിക്കാൻ പോണ ആളുകൾക്ക് വേണ്ടതാണ് എന്ത്? പണം. പണം കിട്ടി നശിക്കും. മാ അഖ്ഷ അലൈക്കുമുൽ ഫഖ്റ. നിങ്ങൾക്ക് ദാരിദ്ര്യം വരുന്നതിൽ എനിക്കൊരു പേടിയുമില്ല. വലാകിന്നി അഖ്ഷ അൻ തുബ്സത അലൈക്കുമുദ് ദുനിയ. അൻ തുബ്സത കുട്ടികൾ എഴുതിച്ചോളൂ. വലാകിന്നി അഖ്ഷ അൻ തുബ്സത അലൈക്കുമുദ് ദുനിയ. നിങ്ങൾക്ക് ദുനിയാവ് തുറന്നു കിട്ടുന്നതിനെയാണ് ഞാൻ ഭയപ്പെടുന്നത്. ഫതുഹ്ലിക്കും. ആ ദുനിയാവ് നിങ്ങളെ നശിപ്പിച്ചു. യാ സുബ്ഹാനല്ലാഹ്. പണം വന്നാൽ നിങ്ങൾ നശിച്ചില്ലേ? നമുക്ക് പണ്ട് കൊളസ്ട്രോൾ ഉണ്ടോ? പറയാം. നമുക്ക് പണ്ട് ഷുഗർ ഉണ്ടോ? നമ്മളെ നാട്ടിൽ പണ്ട് ഒരു മുതലാളിയാണ്, ഒരാളെ മുതലാളിയാണ്. അയാൾക്ക് മര്യാദക്ക് പൈസ ഒന്നും ഉണ്ടാവില്ല. കുറച്ച് നെല്ലും പാടമുണ്ടാവും. അയാൾ പാടത്തിറങ്ങി പണിയൊന്നും എടുക്കില്ല. പണി ഇങ്ങനെ വരുമ്പത്തിൽ കൂടെ നടന്ന് നോക്കും. അതുകൊണ്ട് അയാൾക്ക് കൊളസ്ട്രോൾ എന്തുണ്ടാവും? അയാൾക്ക് കൊളസ്ട്രോൾ ഉണ്ടാവും, അയാൾക്ക് ഷുഗർ ഉണ്ടാവും, അയാൾക്ക് പ്രഷർ ഉണ്ടാവും. ഈ പണിയെടുക്കുന്നവർക്ക് എന്താ ഉണ്ടാവുക? 99% ജനങ്ങൾ പണിക്കാരാണ്. അവർക്ക് ഷുഗർ ഇല്ല. എന്ത് ഷുഗറാണ്? മുതലാളിക്ക് ഷുഗർ ഉണ്ടാവും. 970 ശേഷം എല്ലാവരും മുതലാളിയായി. ആരും പാടത്തും പറമ്പിലും ഇറങ്ങാതെയായി. എല്ലാവരും മുതലാളിയായി. ഇപ്പം എല്ലാവർക്കും ഷുഗർ ഇല്ലാത്ത ആളാരാ? പ്രഷറില്ലാത്ത ആളാരാ? എൻ്റെ കുട്ടിക്കാലത്ത് ഷുഗർ ഉണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിപ്പത്തിലാണ്. നമുക്കൊന്നും ഉണ്ടായി കിട്ടിയെങ്കിൽ എല്ലാവരും ആഗ്രഹിക്കുക. ഒരാൾ ഷുഗർ ഉണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ അടുത്ത ആൾ പറയാം, ഓ മുതലാളിയല്ലേ. അപ്പോൾ മുതലാളിമാർക്ക് അള്ളാഹു അനുഗ്രഹിച്ച് കൊടുക്കണ ഒരു ദീനമായിട്ടാണ് പഴയ കാലത്ത് എന്ത് കണക്കാക്കിയിരുന്നത്? ഷുഗർ. അപ്പോൾ നമുക്കൊരു ഷുഗർ ഉണ്ടായെങ്കിൽ നമ്മൾ മുതലാളി ആവുമല്ലോ. മുതലാളി ആയാലല്ലേ ഷുഗർ ഉണ്ടാവുള്ളൂ. അങ്ങനെയൊക്കെ കണക്ക്. പ്രഷർ മുതലാളിമാർ ഈ അജ്ജനൊക്കെ പോയിക്കൊണ്ടിരുന്നവർ ഒരു വളമിടും. വളമുണ്ട്. ആ വള ഓർമ്മ ഉണ്ടെങ്കിൽ അതിട്ട് ഇങ്ങനെ മുതലാളിമാരിങ്ങനെ നടക്കും. മുതലാളിയാണ് 1-2 ആൾ അതേ മുതലാളിയുള്ളൂ. ആ പ്രഷറിൻ്റെ ആ വളട്ടാണ്ട് അവന് പ്രഷറാണ്. എന്താ പ്രഷർ? കാരണം പാടത്ത് പണിക്കിറങ്ങൂല, മരുമത്തുകൾ നടക്കുള്ളൂ. അവന് പ്രഷറാണ്, അവന് ഷുഗറാണ്, അവന് കൊളസ്ട്രോളാണ്, അവൻ തിന്നത് കൂടിയതാണ്. ഇത് മുഴുവനും ഗൾഫ് നശിപ്പിച്ചു. ഇത്തരം ഒരു വെട്ടക്കായ സാധനം ഗൾഫ് പോലെ ഇല്ല. നമ്മളെ നശിപ്പിച്ചു. ഒരു ജനതയെ നശിപ്പിച്ചു. തമ്മിൽ തല്ലി, അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ടി. ഇതന്നെ പള്ളി. ഒരു നാട്ടിൽ ഒരു പള്ളിയൊക്കെ പോകണമെങ്കിൽ 4-5 കിലോമീറ്റർ നടക്കണം. ഒരു മൈലിൽ ഒരു ഇത്തര പോകുന്ന നാട്ടിൽ 10 പള്ളി. ഒരു പള്ളിക്കുന്ന ബാങ്കിന് തീരാൻ നിൽക്കണം, അടുത്ത പള്ളിക്കുന്ന ബാങ്ക് കൊടുക്കുക. ഒന്ന് ഒപ്പം കൊടുത്താൽ നമുക്ക് ഒരു ജവാബ് ചൊല്ലിയാൽ മതി. ഇത് ജവാബോണാണ് കൊടുക്കുകയാണ്. ഇതൊരു ജവാബ് ചൊല്ലിയിട്ട് പകുതിയാകുമ്പോഴത്തേന് അതിനേക്കാളും വലിയ മൈക്കിൽ അടുത്ത ബാങ്ക് ഇടണം. ശരിയല്ല, എന്താണ് ചെയ്യുക? പിന്നെ മൂത്തേർത്തി ആ പാർക്കുന്ന ഏരിയ എന്നാണ് ചെറിയൊരു ഏരിയയാണ്. അവിടെ എത്ര പള്ളിയാണ്, എത്ര ബാങ്ക? നോമ്പുറക്കുന്ന ഇരിക്കുന്നവർക്ക് തന്നെ അടങ്ങാറാവും. ഇത് നമ്മളെ പള്ളിക്കത്തെ ബാങ്കാണോ മറ്റേ പള്ളിക്കത്തെ ബാങ്കാണോ? കാരക്കും പിടിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ബാങ്ക് കൊടുത്താൽ മറ്റേ പള്ളിക്കത്തെ ബാങ്കാണ്. അപ്പോൾ അങ്ങനത്തെ ഓൻ്റെ പള്ളിക്കത്തെ ബാങ്കല്ലേ. പഴയ കാലത്ത് ബാങ്ക് കൊടുത്ത് നോമ്പുറക്കുന്ന മുമ്പ് കദീന പൊട്ടിക്കും. ഓർമ്മയില്ല നിങ്ങൾക്ക്? കദീന പൊട്ടിക്കും. അത് കദീന പൊട്ടിച്ചാൽ ഒരു 10-20 കിലോമീറ്ററിൻ്റെ പരിസരത്ത് അല്ലേ ആ ശബ്ദങ്ങളൊക്കെ. എനിക്ക് എന്താണ് ആ ഓർമ്മയ്ക്ക്? ഒരു 6 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവും എൻ്റെ കുട്ടിക്കാലത്ത് ഒരു പള്ളിയിൽ നിന്ന് മറ്റു പള്ളിയിലേക്ക്. പിന്നെ എടക്കരങ്ങാടി കദീന പൊട്ടിക്കും. ആ കദീന പൊട്ടിയാൽ പിന്നെ വേഗം നോമ്പുറക്കും. കദീന കാരണം ബാങ്ക് അങ്ങനെയൊന്നും അത്ര കേൾക്കൂല. വയ്ക്കല്ലല്ലോ, വയ്ക്കെന്ത് വയ്ക്കാറ്.
കതിനൊട്ടിക്ക് അത് കാതോർത്ത് ഇങ്ങനെ നിൽക്കും. അപ്പോൾ കതിനെ വെടിയാണ് പൊട്ടിയാൽ നമ്മൾ നിൽക്കും. അപ്പോൾ ഇതൊക്കെ തന്നെ. പിന്നെ നഗാരടിക്കും, ബാങ്കിന് മുമ്പിൽ നഗാരടി, ഓർമ്മ എന്തൊക്കെ നഗാരടിക്കും, അങ്ങനെ നഗാരടിക്കും. അപ്പോൾ അത് കുറേ ദൂരത്ത് പിന്നെ ബാങ്ക് കൊടുക്കുക. ബാങ്കിന് മൈക്കല്ലാത്തതുകൊണ്ട് ശബ്ദം. പിന്നെ ഈ നഗാരടിയൊക്കെ പിന്നെ മൈക്കൊന്നപ്പോഴല്ലാതെ അവർ പള്ളിയിൽ നിന്ന് മറ്റൊരു പള്ളിയിലേക്ക് എന്താ ദൂരം, വിഷയം അതല്ല. ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് എന്തെന്നാൽ നമ്മുടെ വിഭവങ്ങളെ നമ്മൾ നഷ്ടപ്പെടുത്തി. നമ്മളിന്ന് കേരളമല്ല, ഒരു ഹൈറുള്ള എന്ന് നമ്മളെ പറ്റി പറയാൻ പറ്റൂ. ഞാൻ ഏറ്റവും ചുരുങ്ങിയത് ഇപ്പോൾ ഇതിനു വേണ്ടി ഞാൻ ചക്കയെ പറ്റി പഠിച്ചു നോക്കുമ്പോൾ ഞാൻ അന്തം വിട്ടു. എന്താ ഈ സാധനം പഠിച്ചോനെ, എന്തൊരു അനുഗ്രഹമാണ് ഈ സാധനം. ലോകത്ത് ചക്കയുടെ തലസ്ഥാനം കേരള. ചക്കയുടെ ലോകത്തെ ഏറ്റവും നല്ല പഴമാണ് എന്ത്? ചക്ക. അതിൻ്റെ തലസ്ഥാനം കേരള. ഇതിനെ ഹൈറുള്ള എന്നല്ലാതെ എന്താ വിളിക്കുക? ചക്കയുടെ തലസ്ഥാനം കേരളം. ചിന്തിക്ക്. നമ്മുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ് ഫ്രൂട്ടാണ് എന്ത്? 2018 കേരള സർക്കാർ അതിനെ നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട പഴമായി പ്രഖ്യാപിച്ചു. കേരളത്തിലെ പ്രധാനപ്പെട്ട പഴമാണ് എന്ത്? ചക്ക. ഒഫീഷ്യൽ സ്റ്റേറ്റ് ഫ്രൂട്ട് 2018 കേരള സർക്കാർ അതിനെ നമ്മുടെ നാടിൻ്റെ ഒരു മുഖമുദ്രയാണ് എന്ത്? ചക്ക. ചക്ക നമ്മുടെ മുഖമുദ്രയാണ്. കേരളം എന്ന് പറഞ്ഞാൽ ചക്കയാണ്. അതുകൊണ്ടാണ് ഞാൻ ഉദാഹരണം പറഞ്ഞാൽ എനിക്ക് വളരെ ചിന്തിക്കാൻ വേണ്ടി ചില ഉദാഹരണങ്ങൾ പറയാം. ഇംഗ്ലീഷ് ചക്കയ്ക്ക് എന്താ പറയുക? ജാക്ക് ഫ്രൂട്ട്. അത് ഉറപ്പല്ലേ? അത് എവിടുന്ന് വന്നതാണ്? ചക്കയെന്ന് വന്നതാണ്. മനസ്സിലായില്ല? ജാക്ക് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല നിങ്ങൾക്ക്? അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതല്ല, ഇവിടുന്ന് അങ്ങോട്ട് വന്നതാണ്. ഇപ്പം ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ ആദ്യമായി ചക്ക കയറുന്നത് 1563 പോർച്ചുഗീസ് പണ്ഡിതനായ ഗാർഷ്യ ഡി ഓർട്ടയുടെ പിന്നെ ഗ്രന്ഥത്തിലാണ് ആദ്യമായി ചക്ക എന്ന വാക്ക് ഇംഗ്ലീഷിൽ വരുന്നത്. JACA, ജാക്ക എന്ന് അയാൾ രേഖപ്പെടുത്തി 1563. അതായത് ഏത് ഭരണകാലത്ത്? പോർച്ചുഗീസ് ഭരണകാലത്ത് പോർച്ചുഗീസ് ഡോക്ടറും വലിയ പണ്ഡിതനുമായിരുന്ന ഗാർഷ്യ ഡി ഓർട്ടയുടെ ഗ്രന്ഥത്തിലാണ് ഇംഗ്ലീഷിൽ ചരിത്രത്തിൽ ആദ്യമായി പോർച്ചുഗീസ് ഭാഷയിലേക്ക് യൂറോപ്പിലേക്ക് ഈ ഒരു ഭാഷ വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിലാണ് ആദ്യമായി യൂറോപ്പിൽ ഈ ഒരു പദം തന്നെ വരുന്നത്, JACA, ജാക്ക. ഇതിൽ നിന്നാണ് പിന്നീട് ഇംഗ്ലീഷിലെ ജാക്ക് ഫ്രൂട്ട് വരുന്നത്. പോർച്ചുഗീസ് ഭാഷയിൽ വന്നു JACA 1563, അതായത് പോർച്ചുഗീസ് ഭരണകാലത്ത്. പിന്നെ അതിനെ തുടർന്നുകൊണ്ടാണ് വരുന്നത്. 1682 ഡച്ച് ഗവർണറായിരുന്ന ഹെൻറിക് വാൻ റീഡിൻ്റെ പുസ്തകത്തിലും അയാൾ കേരളത്തിലെ സസ്യസമ്പത്തിനെക്കുറിച്ചും വിഭവസമ്പത്തിനെക്കുറിച്ചുമുള്ള വിഭവങ്ങളെക്കുറിച്ചുള്ള വലിയ ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ഡച്ച് ഗവർണറായിരുന്ന ഹെൻറിക് വാൻ റീഡ്, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ പിന്നീടും ഇതേ വാക്ക് വന്നു. പിന്നീട് അതിനെക്കുറിച്ച് ഇംഗ്ലീഷിൽ വന്നു. ആദ്യം പോർച്ചുഗീസുകാരാണ് ഈ ഒരു പദം യൂറോപ്പിലെത്തിച്ചത്, പിന്നെ ഡച്ചുകാരെത്തിച്ചു. അതിനെ തുടർന്ന് പിന്നീട് ലോകത്തെ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് പിന്നെ എന്ത് വന്നു? ജാക്ക് ഫ്രൂട്ട് വന്നു. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് എവിടുന്ന് വന്നതാണ്? ചക്കയെന്ന് വന്നതാണ്. 1562 ആദ്യമായി യൂറോപ്പിൽ ഈ പദം വരുന്നത്. 1502 ഇവിടെ പിടിച്ചെടുക്കുന്നത് ആര്? പോർച്ചുഗീസുകാർ. 1502 കേരളം പോർച്ചുഗീസുകാർ പിടിച്ചെടുക്കുന്നത്. മനസ്സിലാവേണ്ട പറഞ്ഞത്. പിന്നീടാണ് ഈ യൂറോപ്പിൽ ഈ വാക്കിന് വരുന്ന കാരണം അവരുടെ നാട്ടിൽ ഈ സാധനം ഇല്ല. വളരെ ചിന്തിക്കണം. ഇത് നമ്മുടെ ഒരു പാരമ്പര്യമാണ്. ഉദാഹരണം പറയാം, പാരമ്പര്യമായതുകൊണ്ടാണ് നമ്മളെ പല പഴഞ്ചൊല്ലുകൾ, ഉദാഹരണം ഒരു നാട്ടിൻ്റെ ഒരു സാധാരണത്തിൽ നിന്നാണ് അതിൻ്റെ പഴഞ്ചൊല്ലുണ്ടാക്കുക. കേരളത്തിലെ ഏറ്റവും പഴഞ്ചൊല്ലുണ്ടാക്കിയ ഒരു പ്രധാനപ്പെട്ട വിഭവം ചക്കയാണ്. ഒന്ന് കുമ്പളാണ്. കുമ്പളങ്ങ മനസ്സിലായില്ല? കുമ്പളം കട്ടോൻ്റെ തോളിൽ നോക്കിയാൽ മതി. അങ്ങനെ അല്ലേ, അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, കുമ്പളം കട്ടോൻ്റെ തോൾ നോക്കിയാൽ മതി എന്ന്. അങ്ങനെ അതിന് കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ പഴയ കാലത്തെ മനുഷ്യന്മാർ കുപ്പായ ഇടില്ല, കുപ്പായല്ല. അപ്പം എന്താ ചെയ്യാന്നറിയോ? തോളിലൊക്കെ. അപ്പം അക്കാലത്തെ പ്രധാനപ്പെട്ട ഒരു വിഭവമായിരുന്നു എന്ത്? കുമ്പളങ്ങ. അതും ഇതുപോലെ വലിയ കുമ്പളങ്ങത്തെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം.
കുമ്പളങ്ങ അതൊക്കെ നമ്മൾ നഷ്ടപ്പെടുത്തി മുതലാണ്. അതൊന്നും ഇന്ന് നമ്മളെ കുട്ടികൾക്ക് പറ്റൂല. അരക്കായ്ക്ക് ഇനി നമ്മളെ പുതിയ തലമുറയെ പറ്റൂല. കുമ്പളങ്ങ അതൊക്കെ ഞാൻ പറഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങോട്ട് പോയി പോകും. മനസ്സിലാണ്ട് ഞാൻ പീടിയിൽ കുമ്പളങ്ങ കണ്ടാൽ ഇനി വാങ്ങിക്കൊണ്ട് നിങ്ങൾ വീട്ടിൽ കൊടുത്താൽ അപ്പം ഭാര്യയ്ക്ക് അത് പറ്റില്ല. എനിക്ക് എന്ത് ഭ്രാന്ത്. അതേപോലെ ഒരു മന്തി വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ കൊടുക്കുക നല്ല ഇഷ്ടം. ഒരു മത്തനോ കുമ്പളങ്ങയോ ചിരങ്ങിയോ ഒക്കെ നിങ്ങൾ വാങ്ങിക്കൊണ്ടേ കൊടുത്തോ, നിങ്ങൾ ഒന്നിനും പറ്റാത്തവനാ. നിങ്ങൾക്ക് എന്ത് ഭ്രാന്ത്. നിങ്ങൾ കഴിഞ്ഞ ആഴ്ച കുമ്പളങ്ങ അവിടെ കിടക്കുന്നുണ്ട്. എന്നാലും എന്തെന്നില്ല അമ്മോത്തിലേ നഷ്ടപ്പെട്ടു. നമ്മളെ കുമ്പളങ്ങ തന്നെ വൈദ്യ കുമ്പളങ്ങ ഉണ്ടായിരുന്നു. ഓർമ്മയുണ്ട്? വൈദ്യ കുമ്പളങ്ങ, ചെറിയ വൈദ്യ കുമ്പളങ്ങ, നിറയെ പൊടി ഉണ്ടാവും. പൊടിയുള്ള കുമ്പളങ്ങ എന്ന് പറഞ്ഞാൽ ഔഷധ ഗുണത്തിൻ്റെ 100 മേനിയാണ്. ആ കുമ്പളങ്ങൊക്കെ വാങ്ങുമ്പോൾ പുതിയ ഒരു പച്ച കുമ്പളങ്ങ, അതല്ല, അത് ഒറിജിനൽ കുമ്പളങ്ങയല്ല, എന്തൊക്കെ കൂടിയതാണ്. പഴയ കുമ്പളങ്ങ ഉണ്ടല്ലോ, അത് ഇഷ്ടം പോലെ. പഴയ കാലത്ത് നമുക്ക് വൈക്കോൽ പെരകളും മറ്റുമൊക്കെ ഉണ്ടാവും. അപ്പോൾ വീട് തന്നെ വൈക്കോൽ പെര. അപ്പോൾ എന്ത് ചെയ്യുന്നൊരു ഒരു മൂലൊക്കെ കുമ്പളങ്ങ നട്ട് പിടിപ്പിച്ചിട്ട് നേരെ വള്ളി എടുക്കട കയറ്റും, പെരൻ്റെ മരകൾ കയറ്റും. എന്നിട്ട് ഈ വൈക്കോൽ പെരൻ്റെ ഇവിടെ എല്ലാം കുമ്പളങ്ങ എങ്ങനെ കിടക്കും. ഓർമ്മയുണ്ട് അതൊക്കെ? അതെ, ചാണകക്കൂടിൻ്റെ സൈഡിൽ കുമ്പളങ്ങ നേരാണ് കയറ്റും. അങ്ങനെ എന്നാലും കുമ്പളങ്ങ എന്താ അതിൻ്റെയൊക്കെ ഔഷധ ഗുണം. എന്ത് രോഗമായിരുന്നു നമുക്കൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ പൂർവികർക്ക്. എത്ര കാലമൊക്കെ ജീവിക്കണത്. ഇപ്പം എൻ്റെ അമ്മായിമ്മ കഴിഞ്ഞ ഇപ്പം 40 ഇന്നലെ 40 94 വയസ്സ് അവർക്ക് തന്നെ ഓർമ്മയുണ്ട്. എത്ര അള്ളാഹു ആയാലും ആ 94 വയസ്സിൽ മരിക്കുമ്പോഴും മരിക്കേണ്ട തൊട്ടടുത്ത ദിവസം വരെ നിസ്കാരം ഒക്കെ എല്ലാം ഉണ്ട്. വർത്താനം, കുടുംബ ഓർമ്മയും എല്ലാം ഉണ്ട്. അപ്പം നോക്കി എവിടുന്ന് ഇവർക്ക് ആരോഗ്യം കിട്ടി? അവർ ഇംഗ്ലീഷ് ഗുളിക കഴിച്ചില്ല. അവരെ കുട്ടിക്കാലത്ത് പിന്നീട് അവരെ മക്കളെ ആശുപത്രി കൊണ്ടുപോകണം. അവരെ കുട്ടിക്കാലത്ത് അങ്ങനത്തെ ഒരു സാധനമല്ല. ഈ ഇംഗ്ലീഷ് ഗുളികയില്ല, ഇംഗ്ലീഷ് വൈദ്യരുമില്ല, ഇംഗ്ലീഷ് ഡോക്ടറുമില്ല, മരുന്നുമില്ല, ആശുപത്രിയില്ല, ഒന്നുമില്ല. പിന്നെ എന്തിനാണ് ഈ എന്താ പറയുക, തുളസിയും കഞ്ഞിക്കൂർക്കലും ഇതൊക്കെയാണ് അവരുടെ രോഗം മാറ്റുന്നത്. മനസ്സിലായില്ലേ? അതിനായിട്ട് ഈ ഇല പിയ്യാനായിട്ടൊരു പാത്രം ഉണ്ടായിരുന്നു പരിയിലൊക്കെ. എൻ്റെ തറവാട്ടിൽ കഞ്ഞിക്കൂർക്കൽ പനി ഉണ്ടായാൽ കഞ്ഞിക്കൂർക്കൻ്റെ ഇല എങ്ങനെ അതിൽ എന്ത് ചെയ്യും അല്ലേ? അങ്ങനെയല്ലേ? അത് ഇങ്ങനെ അതിൽ കാണിച്ച് കുട്ടിയെ കൊടുത്താൽ ദീനം മാറും, പനിയൊക്കെ മാറാതെ തന്നെ. എന്താ അതിൻ്റെയൊക്കെ ഔഷധം? അപ്പം ചുരുക്കത്തിൽ പടച്ച തമ്പുരാൻ ഇപ്പോൾ കുമ്പളത്തിൻ്റെ ഒരു തലസ്ഥാനം എന്ന് പറയാം കേരളം. അതിൻ്റെ തലസ്ഥാനം എന്ന് പറയാൻ കേരളം. നമ്മളെ കുമ്പളത്തിൻ്റെ വീതിയുള്ള കുമ്പളം ഉണ്ടാവില്ല. ചക്ക അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വിഭവമാണ് ചക്ക. നമ്മളെ പഴഞ്ചൊല്ലി ഇഷ്ടം പോലെയാണ്. ചക്ക കൊടുത്താൽ മതി, ചുള എണ്ണരുത്. ചക്ക ആണെങ്കിൽ നമുക്ക് ചൂഴ്ന്നൊക്കെ ഇരുന്നു, ഇതൊക്കെ നമ്മുടെ പഴഞ്ചൊല്ല. ഏതെങ്കിലും ഒരു പെണ്ണിനെ ഒരുത്തം വന്ന് കെട്ടിയിട്ട് പിന്നീട് കുഴപ്പത്തിലായാൽ എന്നെ അപ്പോൾ ആരെങ്കിലും ചോദിക്കും, നിങ്ങൾക്കൊന്ന് അന്വേഷിച്ചൂടെ? നമ്മൾ അന്വേഷിച്ചാൽ ഇപ്പോൾ ചക്കയാണെങ്കിൽ നമുക്ക് ചൂന്ന് അതൊക്കെ നമ്മളെ പഴഞ്ചൊല്ല. ഇതല്ല ചക്കേറ്റ. അപ്പം എന്തിനും എന്ത് വരും? ചക്കയായിരുന്നു. എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട സാധനം പിന്നെ ഒരാൾക്ക് കിട്ടിയപ്പോൾ കന്നിമാസത്തിൽ ചക്ക കിട്ടിയ മാതിരിണ്ടല്ലോ എൻ്റെ മുത്തുക്ക്. അപ്പോൾ ചക്ക എന്ന് പറഞ്ഞാൽ അതൊരു പ്രധാനപ്പെട്ട കന്നിമാസം ചക്ക കിട്ടൂല. കന്നിയിൽ ചക്ക കിട്ടിയ പോലെ എന്ന് ഒരു പഴഞ്ചൊല്ല. കന്നിയിൽ ചക്ക കിട്ടൂല, അതൊരു പ്രധാനപ്പെട്ട പ്രത്യേക കാലത്താണ് ചക്ക ഉണ്ടാവുക. എന്നിട്ട് ആ ചക്കയെ നമ്മൾ ചക്കക്കുരു സൂക്ഷിക്കും. നമ്മളെ വീട്ടിൽ അതൊരു അനിവാര്യ ഘടകമാണ്. ഒരു പ്ലാവില്ലെങ്കിലും ഒരു വീട് വെക്കണമെങ്കിൽ അവിടെ എന്ത് വേണം? ആ പറമ്പിൽ എന്ത് വേണം? ഒരു പ്ലാവില്ലേ അവിടെ വീട് വെക്കൂല. ആ പറമ്പിലൊരു പ്ലാവും ഇല്ല, അങ്ങനെ പറയാം. ഒരു പ്ലാവ് പോലും ഇല്ല. ഒരു പ്ലാവ് ഒരു പറമ്പിലുണ്ടെങ്കിൽ ആ പറമ്പിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല എന്ന് ഹിന്ദുക്കൾക്കിടയിൽ ചൊല്ലുണ്ട്. അതിന് കാരണം എന്താ? പിന്നെ അവിടെ കറിക്കൊന്നും നോക്കണ്ട, അതൊരു കാരണമായിരിക്കാം. അവിടെ അത് മതി. ഒരു വേനലിൻ്റെ വലിയൊരു കാലം ചക്ക ഉണ്ടാവും. പിന്നെ ചക്കക്കുരു സൂക്ഷിക്കും. ചക്കക്കുരു സൂക്ഷിക്കാൻ ഒരുപാട് വഴികളുണ്ട്. മണ്ണിൽ എന്ത് ചെയ്യുന്നറിയോ? പിന്നെ മണൽ നിറച്ചിട്ട് അതിൽ ചക്കക്കുരു ഇടുന്നത് മേലെ മണ്ണിടും, അങ്ങനെ കിടക്കും. ഒരു പ്രത്യേക കോലത്തിൽ അതോടെ ഇട്ടാൽ മുളക്കൂല. പിന്നെ എന്ത് ചെയ്യും? ചെവുമ കെട്ടിത്തൂക്കും. ചെവ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? അടുപ്പിൻ്റെ മേലെ കിഴി കെട്ടിത്തൂക്കും ചക്കക്കുരു. എന്താണ് മുതൽ? ചക്കക്കുരുവിലെ ഔഷധ ഗുണങ്ങൾ പറഞ്ഞാൽ തീരില്ല. ഇതല്ലേ നമ്മളെ മുതൽ. ചക്കക്കുരു ചിലപ്പോൾ കുറച്ച് മുരിങ്ങ കൊണ്ടുവന്നിടും, ചക്കക്കുരു മുരിങ്ങും, അല്ലെങ്കിൽ ചക്കക്കുരും പരിപ്പും, അല്ലെങ്കിൽ ചക്കക്കുരു ഒറ്റക്ക്, അതിൽ കുറച്ച് പച്ചമുളക് എന്തെങ്കിലും ഉണ്ട്.
അതിൻ്റെ ഒരു വിറ്റമിൻ എത്രയാണ്? ഞാൻ കഴിഞ്ഞ ആഴ്ച അങ്ങോട്ട് പറഞ്ഞു, എൻ്റെ ഒരു വീട്ടിൽ കുറ്റിയടിക്കാൻ വേണ്ടി പുതിയ പോരൊക്കെ കുറ്റിയടിക്കാൻ വേണ്ടി പോയപ്പോൾ ഞാൻ വേദനിച്ചു. കാരണം ആ പറമ്പ് നിറയെ ചക്കക്കുരു കിടക്കുക, ഒരാൾക്കും വേണ്ട. അതിൻ്റെ ഔഷധം ക്യാൻസർ ഉണ്ടാവില്ല എങ്ങനെ ചക്കക്കുരു എന്നാൽ. ഇപ്പം ഈ ഓക്സ്ഫോർഡിൻ്റെ പഠനമുണ്ട്, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിൻ്റെ പഠനമുണ്ട്. ചക്കക്കുരു കഴിക്കുന്നവർക്ക് സ്ഥിരമായി ചക്കക്കുരു വെച്ചാൽ ക്യാൻസർ എന്ന രോഗം നമ്മുടെ നാട്ടിലില്ലല്ലോ. ഏതോ മുതലാളിമാർക്ക് ഉണ്ടാവുന്നല്ല, എന്താ നമുക്കുണ്ടാവില്ല. സാധാരണക്കാർക്കുള്ള ഭക്ഷണം എന്തായിരുന്നു? മുരിങ്ങ, ചക്ക, ചക്കക്കുരു, മത്തന്, കുമ്പളം. നമ്മളെ പഴയ കാലത്തെ എന്താ ഇറച്ചില്ലല്ലോ, ഇറച്ചിണ്ടോ? എന്നിടെ നമുക്ക് ഇറച്ചി ഉണ്ടായത് ആഴ്ചയിൽ ഒരിക്കൽ. ഒരു നിയമത്തുള്ള വീടാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലും ഇറച്ചുണ്ട്. അതും 10, 20, 25, 26. എൻ്റെ തറവാട്ട് പരിയിലൊക്കെ 10, 26 ആളുകളാണ്. 1 കിലോ ഇറച്ചിയാണ് ആഴ്ചയിൽ ഒരിക്കൽ. പിന്നെ അവർക്ക് എന്ത് കൊളസ്ട്രോളും ക്യാൻസർ ഉണ്ടാകാനാണ്? ഇനി നമ്മളെ പ്രധാനപ്പെട്ട ക്യാൻസർ ഉണ്ടാകാനുള്ള കാരണമാണ് എന്ത്? റെഡ് മീറ്റ്, ഈ ഇറച്ചി, ബീഫ് കഴിക്കുക. അന്ന് അത് ഉണ്ടാവില്ല. പിന്നെ എന്താണ് ഇതിനൊക്കെ പ്രതിരോധിക്കുന്ന സാധനങ്ങൾ എമ്പാട് കഴിക്കും, ഈ സാധനം കഴിക്കണില്ല. ഇറച്ചി തിന്നൂല്ല. ഇറച്ചി തിന്നാത്തതുകൊണ്ട് ക്യാൻസർ ഉണ്ടാവില്ല. ഒരു കാലത്തും ക്യാൻസർ ഉണ്ടാകാത്ത വിഭവങ്ങൾ ഇഷ്ടംപോലെ തിന്നും. അതേതൊക്കെയാണ്? ചക്ക, ചക്കക്കുരു, കുമ്പളങ്ങ, ഇതൊക്കെ അങ്ങനെ കഴിക്കും. മത്തന്, എന്തൊക്കെയാണ് അതിലെ ഔഷധ ഗുണങ്ങൾ? ഇതൊക്കെ കഴിച്ച് എങ്ങനെ ഇപ്പോൾ പെണ്ണുങ്ങൾക്ക് ഗർഭം ഉണ്ടാവില്ല. ഇപ്പം ഗർഭം ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട വിഭവങ്ങളാണ് ഒക്കെ. വയറ്റിൽ കെട്ടിക്കൂല, ആമാശയത്തിലൊന്നും കെട്ടിക്കൂല, എവിടെ ഒരു ഡസ്റ്റ് വരൂല. ഇപ്പം ഇന്ന് എന്താ പറയാ, പെണ്ണുങ്ങളെ ചെറുപ്പക്കാരത്തിൽ പെണ്ണുങ്ങളുടെ ഗർഭപാത്രം വൃത്തിയാക്കൽ സ്ഥിരം പണിയാലോ ആശുപത്രിയിൽ. എന്തുകൊണ്ട് അതിൽ അടിഞ്ഞുകൂടും? ഈ ജാതി സാധനങ്ങൾ അടിഞ്ഞുകൂടും. ഗർഭപാത്രം വൃത്തിയാക്കൽ ഇന്ന് ആശുപത്രിയിൽ പണിയാണ്. ഔദുബില്ലാ, പടച്ചോനെ, പറയാൻ പറ്റൂല. ചെറുപ്പക്കാരത്തെ കുട്ടികളെ ഗർഭപാത്രം ശുദ്ധീകരിക്കാം. എന്തുകൊണ്ട്? ഈ ജാതി സാധനങ്ങൾ ഇപ്പോഴത്തെ പുതിയ ഭക്ഷണം കഴിക്കാൻ ഗർഭപാത്രത്തിൽ അടിഞ്ഞുകൂടും. മര്യാദക്ക് ബ്ലഡ് വരൂല, മെൻസസ് ക്ലിയർ അല്ല. പഴയ കാലത്തെ രോഗേ ആളിലില്ല. ഇപ്പം 60-70% ആളുകൾക്കും പെണ്ണുങ്ങൾക്ക് മെൻസസ് ക്ലിയർ അല്ല. എന്താ കാരണം? പ്രകൃതിദത്തമായ വിഭവങ്ങൾ കഴിക്കൂല. ഞാൻ പെണ്ണിനോട് ചോദിച്ചു, ബന്ധപ്പെട്ട പെണ്ണുങ്ങൾ കഴിക്കണം, ഒരു മാസത്തിലൊരു കുമ്പളം കഴിക്കൂല. ചോദിച്ചു. അതേ സമയത്ത് ഈ പന്നി വരെ കൂടിയ ഇതായിരിക്കാം ഈ കോഴി. അതിൽ പന്നി വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 1930കളിൽ എന്താ പറയുക, ചിക്കൻ ഓഫ് ഫ്യൂച്ചർ എന്ന പേരിൽ യൂറോപ്പിൽ വികസിപ്പിച്ചെടുത്താണ് ഈ കോഴി. കോഴി എന്നല്ല, പല സാധനങ്ങൾ കൂട്ടിണ്ടാക്കിയതാണ് ഈ കോഴി. പന്നി പന്നി പോലും ഉണ്ടായേക്കാം. ലോകത്താ കോഴിയില്ല. ഇത് എന്തൊക്കെയോ സാധനങ്ങളിൽ നിന്ന് പുതിയതായ നിർമ്മിതിയാണ് ഈ കോഴി. അതിൽ എന്തൊക്കെ സാധനങ്ങളാ കൂട്ടിയെന്ന് ഒരു കണക്കുമില്ല. പന്നി വരെ ഇതിലുണ്ടായേക്കാം. പന്നിയുടെ അടിസ്ഥാനം വരെ ഇതിലുണ്ടായേക്കാം. പറയാൻ പറ്റൂല. നമ്മൾ തന്നെ പന്നിയെ തോല് പൊളിച്ചാലുള്ള കളറും ഇന്നത്തെ പുതിയ കോഴിയെ തോല് പൊളിച്ചാലുള്ള കളറും ഒന്നല്ലേ? അങ്ങനെയാണോ? നാടൻ കോഴിനെ തോല് പൊളിച്ചാൽ എന്തെങ്കിലും മനസ്സിലായി? എന്തൊക്കെയാണ് അത് കൂടി പഠിച്ചോനറിയും. അതൊക്കെ അവർക്ക് അത് ലാബിൽ ഉണ്ടാക്കിയതാണ്ടോ. പല ജീവികളുടെയും മനസ്സിലായില്ല, അതിൽ നിന്നും അതിന് സ്വരൂപിച്ചുണ്ടാക്കിയതാണിത്. അതുകൊണ്ടാണ് ഇതിന് ഇത്ര പെട്ടെന്ന് വളർച്ച എത്തുന്നത്. 40 ദിവസം കഴിഞ്ഞാൽ കൊടുത്തില്ലേ? 40 ദിവസം കഴിഞ്ഞാൽ പിടിച്ചർത്തല്ലോ. എൻ്റെ പരിയിലെ കോഴിക്കുട്ടിയാണെങ്കിൽ 40 ദിവസം കൊണ്ട് കുഞ്ഞാവും. 40 ദിവസത്തിൽ കുഞ്ഞു പ്രായത്തിലെ അതിനാരെയും പിടിച്ചർക്കും. ഒരു കോഴിനെ അറക്കണ പ്രായമാക്കണമെങ്കിൽ ഒരു 6 മാസം കഴിയുന്നു. ഇത് 40 ദിവസം ആകുമ്പോഴത്തേന് എവിടെ എത്തിക്കഴിഞ്ഞു? തീന്മേശയിൽ എത്തിക്കഴിഞ്ഞു സാധനം. ഇത് കഴിക്കുന്ന പെണ്ണുങ്ങളുടെ ഗർഭപാത്രം എങ്ങനെ വൃത്തിയാകുക? എന്തൊക്കെ അടിഞ്ഞു കൂടും? അത് പറഞ്ഞൊരു കാര്യമില്ല. നാടൻ കോഴി ഒരു പെണ്ണ് കഴിക്കൂല. ഇപ്പം ചില വീടുകൾ എനിക്കുള്ള അനുഭവമാണ്. എന്താ സാധേ ഉണ്ടാക്കേണ്ടത് നിർബന്ധിച്ച് ചോദിച്ചാൽ ഞങ്ങൾ നാടൻ കോഴി കൊണ്ട് കറി ഉണ്ടാക്കി കളി എന്ന് വെച്ചാൽ തിന്നാൻ പറ്റൂല. അവിടെ ചെല്ലും, ഭക്ഷണം തിന്നാനേ കഴിയില്ല. എന്താ കാരണം? നാടൻ കോഴിക്ക് എന്തുണ്ട്? വേവ് കൂട്ടണം. ഇവർ ഈ വേവ് എന്തിൻ്റെ വേവ് ആണ്? ഈ പുതിയ കോഴിയുടെ വേവ് ഇത് വേവിച്ചാൽ തിന്നാൻ പറ്റൂല. ഇവർ കോരിട്ടൊരു ഉസ്താദിന് വേണ്ടി കോരി ഒരു കഷ്ണം തിന്നാൻ പറ്റൂല. എന്തുകൊണ്ട്?
ഈ പുതിയ കോഴി ഒന്ന് തളച്ച വെന്തു, ഇത് 6 തള തളച്ചാലും വേവൂല. അതുകൊണ്ട് നമ്മൾക്കത് ഞാൻ പലപ്പോഴും ഭക്ഷണത്തിന് മുന്നിൽ ഇതെന്താ കാട്ടാന്ന് അറിയാതെ ഇരുന്ന് വെച്ചിട്ടുണ്ട്. കാരണം ഇത് വെന്തിട്ടില്ല എന്നവരോട് പറയാൻ വേണ്ടി. ആ പുറക്കാരോട് എങ്ങനെയാണ് നമ്മളിത് വെന്തിട്ടില്ല എന്നറിയാം, തിന്നാനും കഴിയില്ല. എന്നിട്ട് അടുത്തുള്ള ആളുകൾക്ക് ഇട്ടുകൊടുക്കും. സ്വട്ടപ്പം ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓനിട്ടുകൊടുക്കും. തിന്നാൻ കഴിയില്ല, റബ്ബർ പോലെ ഉണ്ടാവും. ഇന്ന് നമ്മളെ പെണ്ണുങ്ങൾ നാടൻ കോഴി വെച്ചാൽ അതിൻ്റെ ചെണ്ണ റബ്ബർ തന്നെ. കാരണം അതിന് നല്ല വേവുണ്ട്. അത് ഇവർക്ക് അറിയൂല. എന്തുകൊണ്ടറിയില്ല? ഇവരെ പരിചയത്തിൽ ആ കോഴി ഇല്ല. ഒരു തള തളക്കുമ്പോഴത്തിന് ഉടഞ്ഞു പോണതാണ് ഇവരെ കോഴി. അത് കോഴി തന്നെയല്ല. ഒരു വിസ് 2 വിസിൽ കഴിഞ്ഞു. ഇതൊക്കെ നിന്നാ മനസ്സിലാക്കാത്ത പടച്ച തമ്പുരാൻ അനുഗ്രഹിച്ച അനുഗ്രഹിച്ച നാട്, എല്ലാം നിറഞ്ഞ നാട്. അത് 970-കൾക്ക് ശേഷം ഗൾഫ് വന്നപ്പോൾ അങ്ങോട്ട് നശിച്ചു. ഗൾഫുകാരി എന്ന കൂട്ടർ നശിപ്പിച്ചു. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ മേലെണ്ണം കൊതി വന്നു. കൊതി വന്നപ്പോൾ എല്ലാം പോയി. പൈസ ഉണ്ടാക്കണം. ഇനിയിപ്പോൾ ഒരാൾക്ക് പറ്റൂല, എല്ലാവർക്കും പൈസ ഉണ്ടാക്കണം. അങ്ങനെയാണ്. എല്ലാത്തിനും വ്യത്യാസം വന്നു. എല്ലാം വ്യത്യാസം വന്നു. നമ്മളെ കൊള്ളനും കൊടുക്കലും ഒക്കെ വ്യത്യാസം വന്നു. ഇപ്പോൾ ഒരു മഹർ മര്യാദ കൊടുക്കണമെങ്കിൽ ഇപ്പോൾ മഹർ 10 പവൻ 5 പവൻ 1 പവൻ മഹർ കൊടുക്കുന്ന ചരിത്രം കേരളത്തിലില്ല. 100 റുപ്യ മഹർ. 100 റുപ്യൊക്കെ വലിയ മഹറാണ്. അത് കൊടുക്കൂല. മനസ്സിലായില്ല? 100 റുപ്യ മഹറിന് ഞാൻ കെട്ടി 10 റുപ്യൻ്റെ മഹർ. 10 റുപ്യക്ക് മനസ്സിലായി, 10 പണം 100 പണം. 100 പണമൊക്കെ വലിയ മഹറാണ്. എന്നിട്ട് അതെന്താ ചെയ്യാന്നറിയോ? പിന്നെ പെണ്ണിനെ കൊടുക്കൂല, കൊടുക്കാമനോ കഴിയൂല. പിന്നെ അവസാനം മരിക്കുന്നതിന് മുമ്പ് പുതിയാപ്പള പെണ്ണുങ്ങളോട് പൊരുത്തപ്പെടിക്കും. എന്ത്? എൻ്റെ പറഞ്ഞ മഹർ ഞാൻ തന്നിട്ടില്ല, പൊരുത്തപ്പെട്ട്. ഇന്നിപ്പോൾ ഒരു പെണ്ണിനെ മഹർ കൊടുക്കണമെങ്കിൽ ചുരുങ്ങിയത് എത്ര വേണം? 15 ലക്ഷം റുപ്യ ചുരുങ്ങിയത്. ഒരു സാധാരണ തറവാടാണെങ്കിൽ 5 പവൻ. 5 പവനാണെങ്കിൽ ചുരുങ്ങിയത് ഒരു 6 റുപ്യ അല്ലെങ്കിൽ 5 പവൻ കിട്ടൂലല്ലോ. ലക്ഷം റുപ്യ വേണം. 100 റുപ്യാണ്. വലോ ഖാത്തമമിൻ ഹദീദ്. ഒരു ഇരുമ്പിൻ്റെ മോതിരം കിട്ടിയാലും മതി മുത്തനബി പറഞ്ഞു മഹറാക്കാൻ. വലോ ഖാത്തമമിൻ ഹദീദ്. അല്ലേ? അങ്ങനെ തന്നെയല്ലേ? 30 റുപ്യ മഹർ. 30 റുപ്യ മഹറിന് കിട്ടിയപ്പോൾ പെണ്ണുമ്പടി ഇരിക്കുന്നുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കി. അതാ പറഞ്ഞ 30 റുപ്യ മഹർ. അതാത് കൊടുക്കാൻ കഴിയൂല. അപ്പം ഇതൊക്കെ ഗൾഫ് നമുക്ക് മാറ്റി, നമ്മളെ എല്ലാം മാറ്റി. ഇപ്പം ഈ സ്ത്രീ ഇപ്പം ഇവിടെ ഇരിക്കുന്ന ഈ സ്ത്രീ എന്ന് പറഞ്ഞാൽ വലിയൊരു 10-80 വയസ്സൊന്നും ആയിട്ടില്ലല്ലോ അവർക്ക്. അപ്പം അവരുടെ കുട്ടിക്കാലത്തൊരു പ്രായപൂർത്തിയായ 15 വയസ്സായാലും ഇപ്പോഴാണോ അവരെ കെട്ടിച്ചിട്ടുണ്ടാവുക. അന്ന് മഹർ എത്രയാണ്? അതാ ആ സ്ത്രീ പറയുന്നു. അവർ പറയുന്നു എനിക്ക് 30 റുപ്യ മഹർ. അതിനെ കൊടുക്കാൻ കഴിയൂല. നമ്മളെ ഇനിയിപ്പോൾ ഗൾഫില്ലാതാക്കാനും പറ്റൂല. എന്തുകൊണ്ട്? ഇതൊക്കെ മാറി. എല്ലാം ഇനി മാറിയാലോ. ഇനിയിപ്പോൾ നമുക്ക് അവിടെ പോയി കൊണ്ടുവരാല്ലാതെ കഴിയില്ല. ഇപ്പം എല്ലാം വന്നു, നശിച്ചു. അപ്പോൾ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു, നമ്മളെല്ലാം ഒരുപാട് നമ്മുടെ എന്താ പറയുക, നമ്മുടെ പഴഞ്ചൊല്ലുകളിൽ എല്ലാം എന്താ പറയുക, നമ്മുടെ വീടിൽ, പിന്നെ ഇപ്പോൾ വീടുകൾ ഉണ്ടാക്കുമ്പോൾ പ്രധാനപ്പെട്ട വീടുകളിലൊക്കെ എന്തായിരിക്കും, പിന്നെ കട്ടിൽ വെക്കും നല്ല പഴക്കം ചെന്ന പ്ലാവ്. ആ പ്ലാവ് ഈർച്ചക്കാർ വന്ന് ഈർന്നിട്ട് അതുകൊണ്ടാണ് കട്ടിലാക്കുക. അതാണ് വാതിൽപ്പൊളി. പ്ലാവിൻ്റെ നല്ല മഞ്ഞ ഉണ്ടാവും. എൻ്റെ കാതലിന് നല്ല മഞ്ഞ ഉണ്ടാവും, നല്ല ചൊറുക്കുണ്ടാവും, കരുത്തുണ്ടാവും. ഇപ്പോൾ കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ഏറ്റവും പ്രധാന കോട്ടയം ജില്ലയിലെ ാണ് നിലവിൽ കണ്ടെത്തിയതിൽ ഏറ്റവും പ്രായമുള്ള പിന്നെ പ്ലാവ് 543 വർഷം പഴക്കമുള്ളതാണെന്ന് കണ്ടെത്തി. 2023 കണ്ടെത്തി. 2023 543 വർഷം പഴക്കമുള്ളതാണെന്ന് കണ്ടെത്തി. പിന്നെ ഇപ്പോൾ 546 വർഷം പഴക്കമുണ്ടാവും. 546 കോട്ടയം ജില്ലയിൽ. അതാണ് ഇവിടെ ഏറ്റവും പഴക്കം ചെന്ന പ്ലാവായി ഇതുവരെ കണ്ടെത്തിയത്. ചിലപ്പോൾ അതിൻ്റെ അപ്പുറത്ത് ഉണ്ടായേക്കാം. 546 വർഷം പഴക്കമുള്ള പ്ലാവ് കോട്ടയം ജില്ലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. 546 വർഷം പഴക്കമുണ്ട് എന്ന് പറയുമ്പോൾ അത് ഏകദേശം എന്താ പറയുക, 1480 ചക്കക്കുരു വീണ് മുളച്ചതാകാം.
1498 വാസ്കോഡിഗാമ വരുന്നത്. അപ്പോൾ വാസ്കോഡിഗാമ വരുന്നതിൻ്റെയും 18 കൊല്ലം മുമ്പാണ് ഈ പ്ലാവിൻ തൈ മുളച്ചത്. അതിൻ്റെ അപ്പുറത്തുണ്ടായേക്കാം ഇതുവരെ കണ്ടെത്തിയത് ഏറ്റവും പഴക്കുന്നത്. നൂറ്റാണ്ടുകൾ ഇതങ്ങനെ നിൽക്കും. അപ്പോൾ നല്ല കരുത്തുണ്ടാവും ആ മരത്തിന്. അതുകൊണ്ട് വാതിൽ പൊളി നമ്മുടെ ഏകദേശം എന്ന് പറഞ്ഞാൽ പ്ലാവിൻ്റെ ബെഞ്ച്, പ്ലാവിൻ്റെ പലക, ആ പ്ലാവിൻ്റെ പലക കൊണ്ടാണ് എന്ത് ഒറ്റപ്പലക, മയ്യത്ത് കുളിപ്പിക്കുന്ന ബെഞ്ചൊക്കെ പഴയ കാലത്തുണ്ടാവും. ഒറ്റപ്പലക ഒക്കെ പ്ലാവിൻ്റെ വലിയ പ്ലാവ് ഒറ്റപ്പലക കൊണ്ട് മയ്യത്ത് കുളിപ്പിക്കുന്ന എന്താ പറയുക ബെഞ്ചൊക്കെ ഉണ്ടാക്കി ആക്കുക. നല്ല ഉണ്ടാവും. ഒരാൾക്ക് വേണമെങ്കിൽ അങ്ങനെ കിടക്കാം. ഒറ്റപ്പലക, അതിന് മാത്രം വലിപ്പുണ്ടാവും, വീതി ഉണ്ടാവും അതിൻ്റെ. അങ്ങനെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായി. പിന്നെ ഉത്തരം കൈക്കോല്, ഞാൻ പറയാം എല്ലാം നമ്മൾ പ്ലാവുന്ന ഉണ്ടാക്കിയത്. അതിനാണ് നമ്മുടെ അടിസ്ഥാനം ആയ വൃക്ഷം എന്ന് പറഞ്ഞാൽ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അതാണ്. പഴയകാല ആരോഗ്യ ഗ്രന്ഥങ്ങൾ, ആയുർവേദ ഗ്രന്ഥങ്ങളിലെല്ലാം പിന്നെ ചക്കയെപ്പറ്റി, ഞാൻ ചക്കയിലേക്ക് വരാം. ചക്കയെപ്പറ്റി ഒരുപാട്, ചക്ക എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ പഠിച്ചത്, ഞാൻ ചക്കയെപ്പറ്റി പഠിച്ചപ്പോൾ ഞാൻ അന്തം വിട്ടു. എന്തായി കാണുന്നത് പഠിച്ചോനെ. ഇനി ഒന്നും ബാക്കിയില്ല. നമ്മളെ ആരോഗ്യത്തിന് ഇനി ഒന്നും വേണ്ട. എന്ത് മതി? ചക്ക മതി. ചക്കക്ക് 3 ഘട്ടമാണ്: ബാല്യം, യൗവനം, വാർദ്ധക്യം. ബാല്യം എന്ന് പറഞ്ഞാൽ ഇടിച്ചക്കപ്രായം, യൗവനം എന്ന് പറഞ്ഞാൽ ചക്കപ്രായം, വാർദ്ധക്യമാണ് പൊഴുത്തത്. അത് പിന്നെ എല്ലാവർക്കും തിന്നാൻ കഴിയും. നമ്മളിപ്പോൾ ഈ ചക്ക എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയാം. ഇനിയിപ്പോൾ അതൊക്കെ പറഞ്ഞാൽ നമ്മളിപ്പോൾ ചക്ക എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് പഴം. അതതിൻ്റെ 3ാം ഘട്ടമാണ്. ഔഷധ ഗുണങ്ങൾ കുറഞ്ഞതുമാണ്. അതന്നെ ഭയങ്കര ഔഷധമാണ്. ഏറ്റവും വലിയ ഔഷധപ്രായം ഇടിച്ചക്ക. അത് മുതല. ഇപ്പം എൻ്റെ വാപ്പാനെ എനിക്കറിയാം. എൻ്റെ വാപ്പ എനിക്ക് ഇത്തിരി ഓർമ്മ. ഇടിച്ചക്ക വെച്ച ദിവസമാണെങ്കിൽ വാപ്പാക്കൊരു പ്രത്യേക ഇഷ്ടമാണ്. ഒരു പ്രത്യേക ഒരു പെരുന്നാൾ പോലെയാണ് ഭക്ഷണത്തിനിരിക്കുക. കാരണം അന്ന് ഭക്ഷണത്തിന് എന്തുണ്ടെങ്കിൽ ഇടിച്ചക്ക ഉണ്ടെങ്കിൽ ഇടിച്ചക്കന് വല്ലാത്തൊരു ഇഷ്ടമാണ് ഇടിച്ചക്ക. ഇപ്പം ഈ ഇരിക്കണത് പെൺകുട്ടിയോട് ചോദിച്ചു നോക്കി, ഈ കൊല്ലം ഒരു ഇടിച്ചക്ക കഴിച്ചിട്ടുണ്ടോ?